ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന ഒരു വൈറസ് മൂലം വരുന്ന അസുഖമാണ് ഈ ഫ്ലൂ. സാധാരണ എല്ലാവരും പറയുന്ന പോലെ പനി, ജലദോഷം, മേലുവേദന, തലവേദന ഇതൊക്കെ തന്നെയാണ് ഈ ഫ്ലൂവിൻ്റെ ലക്ഷണങ്ങൾ. സാധാരണഗതിയിൽ ഒരു 5 ദിവസം മുതൽ ഒരാഴ്ച വരെ ഈ ലക്ഷണങ്ങൾ നീണ്ടു നിൽക്കാം. മൂക്കടപ്പ്, ജലദോഷം, ചുമ. പക്ഷേ ചിലവർക്ക് ഇപ്പോൾ വരുന്ന ചില കാറ്റഗറി ഫ്ലൂ അത് ഈ പറഞ്ഞ ഒരാഴ്ചയിലൊന്നും ചിലപ്പോൾ നിൽക്കില്ല. അത് ചിലപ്പോൾ 2 ആഴ്ച 3 ആഴ്ച വരെയൊക്കെ നിൽക്കാം. ഈ പനി സാധാരണഗതിയിൽ ആദ്യത്തെ ഒരു 2-3 ദിവസമേ ഉണ്ടാവുള്ളൂ. പക്ഷേ അതിനെ തുടർന്നുള്ള ചുമയും കുറുങ്ങൽ ചിലപ്പോൾ വരാം. ഈ മുമ്പ് ശ്വാസം മുട്ടൊന്നും ഇല്ലാത്തവർക്കും ചിലപ്പോൾ ഒരു കുറുങ്ങൽ പോലെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കഫക്കെട്ട്, കുറുങ്ങൽ, ചുമ ഇതെല്ലാം ചിലപ്പോൾ കുറച്ച് നീണ്ടു നിൽക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ ലക്ഷണങ്ങളുടെ ഗുരുതരാവസ്ഥയും ആ ലക്ഷണങ്ങളുടെ തീവ്രതയും അനുസരിച്ചിട്ടുള്ള ചികിത്സ ഡോക്ടർ നിർദ്ദേശിക്കുന്നതനുസരിച്ചിട്ട് വേണ്ടി വരും. ഈ ഫ്ലൂ ഒരു നിസ്സാരക്കാരനാണോ അല്ല ഒരു വില്ലനാണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. പൊതുവേ സാധാരണഗതിയിൽ അത്ര വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ മൈൽഡായിട്ടുള്ള ലക്ഷണങ്ങളോടുകൂടി അതങ്ങ് കടന്നു പോകും. പക്ഷേ ചില വ്യക്തികളിൽ ഇത് കുറച്ച് ഗുരുതരമായിട്ട് വരാം. അതാരൊക്കെയാണ് എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങളുള്ളവർ, ഇപ്പം പ്രമേഹം, അല്ലെങ്കിൽ ഈ കിഡ്നി പ്രോബ്ലം, ലിവർ ഡിസീസ്, സിറോസിസ്, ക്യാൻസർ, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ വ്യക്തികൾ, ഇപ്പോൾ ഈ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ വ്യക്തികൾ, ഈ ക്യാൻസറിന് കീമോതെറാപ്പി എടുക്കുന്ന രോഗികൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രതിരോധശേഷി കുറഞ്ഞ വ്യക്തികൾ, അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളുള്ളവർ, അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിൽ ഈ ഫ്ലൂ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ഗുരുതരാവാം. നമുക്കിപ്പോൾ പനി, ജലദോഷം അങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും മാസ്ക് ധരിക്കുക. വ്യക്തി ശുചിത്വം, നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ കൈകാലുകൾ സോപ്പിട്ട് കഴുകുക. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ ലഘുവായിട്ടുള്ള മാർഗ്ഗങ്ങളിലൂടെ നല്ലൊരു പരിധിവരെ നമുക്ക് ഫ്ലൂ നിയന്ത്രിക്കാൻ പറ്റും. ഇതുകൂടാതെ ഫ്ലൂ വാക്സിൻ ഉണ്ട്. അത് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്കും പ്രായമായിട്ടുള്ളവർക്കും എല്ലാവർക്കും എടുക്കാം. ഈ ഫ്ലൂ വരാൻ സാധ്യതയുള്ള സമയം, അതായത് ഈ മഴക്കാലം അല്ലെങ്കിൽ വിൻ്റർ, തണുപ്പ് കാലം, ആ ഒരു സമയത്തിന് ഏകദേശം 1 മാസം മുമ്പായിട്ട് ആയിരിക്കും എടുക്കുന്നത് എപ്പോഴും നല്ലത്. അത് പിന്നെ വർഷാവർഷം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൂ ഒരു പരിധിവരെ വരാതിരിക്കാനും വന്നു കഴിഞ്ഞാൽ തന്നെ ഗുരുതരമായിരിക്കാനും സഹായിക്കും.